നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ താമസ തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ പരിശോധനയിൽ നിരവധി ലംഘനങ്ങൾ കണ്ടെത്തി. മാർച്ച് 9 മുതൽ 15 വരെ നടത്തിയ 1010 പരിശോധനകളിൽ 13 നിയമലംഘകരായ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും 58 പേരെ നാടുകടത്തുകയും ചെയ്തു. ലംഘനങ്ങൾ സംബന്ധിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും LMRA ചൂണ്ടിക്കാട്ടി. ബഹ്റിനിലെ ആരോഗ്യ സംരക്ഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും രോഗികളുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മെഡിക്കൽ ഉത്തരവാദിത്ത നിയമം ഷൂറ കൌൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു. ഡോക്ടർ ജമീല അൽ സൽമാന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് 34 ആർട്ടിക്കിളുള്ള കരട് നിയമനിർമ്മാണം നിർദ്ദേശിച്ചത്. തുടർ അനുമതികൾക്കും ചർച്ചകൾക്കുമായി 6 മാസത്തിനകം ബില്ല് ദേശീയ അസംബ്ലിക്ക് തിരികെ കൈമാറും. മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കും ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കും രോഗികൾക്കും മേലുള്ള മെഡിക്കൽ ഉത്തരവാദിത്തം, രോഗിയുടെ അവകാശങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാനും നിയന്ത്രിക്കാനുമുള്ള വ്യക്തമായ നിയമനിർമ്മാണമാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. പദ്ധതി നിയമത്തിൽ വന്നാൽ ചികിത്സയ്ക്കിടെയുണ്ടാകുന്ന അശ്രദ്ധകൾക്ക് കർശന നടപടിയും ഉണ്ടാകും. മർക്കസ് ബഹ്റൈൻ ചാപ്റ്റർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ 21 നടക്കുന്ന മർക്കസ് ആത്മീയ സംഗമത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. 21 ഉച്ചയ്ക്ക് 1 മണിക്ക് ഓൺലൈനിൽ നടക്കുന്ന സംഗമത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ, മൻസൂഖ് സായദി പാപ്പിനശ്ശേരി, KC സൈനുദ്ദീൻ സഖാഫി, അബൂബക്കർ ലത്തീഫി, അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, മൻസൂർ അഹ്സനി എന്നിവർ സംബന്ധിക്കും. ICF റീജിയൻ കേന്ദ്രങ്ങളിൽ നടന്ന പ്രകാശന ചടങ്ങുകൾക്ക് സയ്യിദ് VPA തങ്ങൾ ദാരിമി ആട്ടേരി, സയ്യിദ് അസ്ഹർ അൽ ബുഖാരി, സയ്യിദ് ഖാസിം സ്വാലിഹ് അൽ അദനി തങ്ങൾ, റാഷിദ് ബുഹാരി ഇരിങ്ങണ്ണൂർ, ഷംസുദ്ദീൻ സുഹരി വയനാട് എന്നിവർ നേതൃത്വം നൽകി. ബഹ്റിനിലെ സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ബഹ്റിൻ മലയാളി സെയിൽസ് ടീം BMST ഇഫ്താർ സംഗമം 2025 എന്ന പേരിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. അദിലിയ ബാങ്സാങ് തായ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിരുന്നിൽ 400ഓളം അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റ് സനിൽ കാണിപ്പയ്യൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹ്റിനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരായ ഗഫൂർ കൈപ്പമംഗലം, ഫസൽ ഭായ്, ലുലു ഗ്രൂപ്പ് പർച്ചേസ് ഹെഡ് മഹേഷ് നാട്ടിക, കൂട്ടായ്മയുടെ അഡ്വൈസറി ചെയർമാൻ സിജുകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൂടാതെ മതപണ്ഡിതൻ മുസാദിഖ് ഹാഷിം റമദാൻ സന്ദേശം നൽകി സംസാരിച്ചു. ദിലീപ് മോഹൻ സ്വാഗതവും ട്രഷററും പ്രോഗ്രാം കൺവീനറും കൂടിയായ ആരിഫ് പോർക്കുളം നന്ദിയും രേഖപ്പെടുത്തി. വൈസ് പ്രസിഡന്റ് ഷാജി ദിവാകരൻ, ജോയിന്റ് സെക്രട്ടറിമാരായ അഗസ്റ്റിൻ മൈക്കിൾ, ബൈജു മാത്യു, മെമ്പർഷിപ്പ് സെക്രട്ടറി സജിത് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ഇഫ്താർ വിരുന്നിന് നേതൃത്വം നൽകി. ബഹ്റൈനിലെ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ബഹ്റൈൻ ചികിത്സാ സഹായം നൽകി. കണ്ണൂർ അഴീക്കോട് സ്വദേശി അൻസാരിക്കാണ് ഹോപ്പ് സഹായം നൽകിയത്. ജോലിസ്ഥലത്ത് വെച്ച് അപകടം സംഭവിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ബഹ്റൈനിൽ തുടർന്ന് ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാൻ കഴിയാതിരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഹോപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഹോപ്പ് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക ഹോപ്പ് എക്സിക്യൂട്ടീവ് അംഗം ഫൈസൽ പട്ടാണ്ടി, കോർഡിനേറ്റർ റഫീഖ് പൊന്നാനിക്ക് കൈമാറി. തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിന്റെ അക്കൌണ്ടിൽ സഹായത്തുക അയച്ചു നൽകിയതായി ഹോപ്പ് ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ യാത്രാവേളയിൽ 2 കുട്ടികളടങ്ങുന്ന കുടുംബത്തിന് സമ്മാനങ്ങൾ അടങ്ങിയ ഗൾഫ് കിറ്റും ഹോപ്പ് നൽകിയിരുന്നു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. നോമ്പുതുറയ്ക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പ്രയാസപ്പെടുന്നവർ, ബസ്, മറ്റു വാഹനയാത്രക്കാർ, കാൽനട യാത്രക്കാർ എന്നിവർക്ക് വളരെ ആശ്വാസമാവുകയാണ് SKSS ബഹ്റൈൻ ഇഫ്താർ ടെന്റ്. ഈന്തപ്പഴം, ഫ്രൂട്ട്സ്, വെള്ളം എന്നിവ അടങ്ങുന്ന ക്യാപിറ്റൽ ഗവർണറേറ്റിന്റെ ഭക്ഷണ കിറ്റാണ് ഇവർക്കായി SKSS നൽകി വരുന്നത്. ഇഫ്താർ കിറ്റ് വിതരണോദ്ഘാടനം ബഹ്റൈൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹിസ് എക്സലൻസി അഹമ്മദ് അബ്ദുൽ വാഹിദ് അൽ കറാത്ത നിർവഹിച്ചു. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ, SM അബ്ദുൽ വാഹിദ്, VK കുഞ്ഞഹമ്മദ് ഹാജി, SKSS ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ, വൈസ് പ്രസിഡന്റ് സജീർ പന്തക്കൽ, ജോയിന്റ് സെക്രട്ടറി അഹമ്മദ് മുനീർ, റാഷിദ് കക്കട്ടിൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി മോനു മുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു. റാഷിദ്, ഷമീർ, നിയാസ്, ജസീർ വാരം എന്നീ വിഖായ അംഗങ്ങൾ വിതരണങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥയുടെ വിവിധ ഏരിയകളിൽ കൺവീനർമാരുടെ നേതൃത്വത്തിൽ ഇഫ്താർ ടെന്റ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. UAE സർക്കാർ ജീവനക്കാർക്ക് ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. റമദാന് ശേഷമുള്ള ശവ്വാൽ 1 മുതൽ 3 വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് അറിയിച്ചു. റമദാൻ 30 ദിവസം പൂർത്തിയാക്കിയാൽ ഈ മാസം 30 പെരുന്നാൾ അവധിയിൽ കൂടിച്ചേരുന്ന ഔദ്യോഗിക അവധിയായിരിക്കും. ഈ മാസം 29-നാണ് ചന്ദ്രക്കല കാണുന്നതെങ്കിൽ ചെറിയ പെരുന്നാൾ 30-ാം തീയതിയായിരിക്കും. അങ്ങനെയെങ്കിൽ 3 ദിവസമായിരിക്കും അവധി. വാരാന്ത്യ അവധി കൂടി കൂട്ടിയാൽ 4 ദിവസമായിരിക്കും അവധി ലഭിക്കുക. ഇനി 30-നാണ് ചന്ദ്രക്കല കാണുന്നതെങ്കിൽ മാർച്ച് 31-നായിരിക്കും പെരുന്നാൾ. മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങി. ഇരുവരും ഉൾപ്പെടുന്ന ക്രൂ 9 ദൌത്യ സംഘത്തെയും വഹിച്ചുകൊണ്ട് SpaceX ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സ്യൂൾ ISS-ൽ നിന്ന് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 10:35-ന് പുറപ്പെട്ടു. ക്രൂ 9 സംഘത്തിൽ സുനിതയ്ക്കും ബുച്ചിനും പുറമെ നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരും ഭൂമിയിലേക്ക് മടങ്ങുന്നുണ്ട്. 17 മണിക്കൂറോളം ദൈർഘ്യമേറിയ യാത്രയ്ക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ 3:27-ഓടെ ഫ്രീഡം ഡ്രാഗൺ പേടകം ഭൂമിയിൽ വന്നിറങ്ങും. ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം ഇറക്കുക. മഹാകുംഭമേളയുടെ വിജയത്തിലും പങ്കാളിത്തത്തിലും പാർലമെന്റിൽ പ്രസ്താവന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാകുംഭമേള സംഘടിപ്പിക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. UP-യിലെയും പ്രയാഗ്രാജിലെയും ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഭഗീരഥ പ്രയത്നമാണ് മേളയുടെ സംഘാടനത്തിൽ ഉണ്ടായത്. എല്ലാവരുടെയും പ്രയത്നത്തിന് ഇത് ഉദാഹരണമാണ്. ഇന്ത്യയുടെ കഴിവുകളെക്കുറിച്ച് സംശയം ഉയർത്തിയവർക്ക് ഇത് മറുപടിയാണ്. വരും തലമുറയ്ക്ക് ഉദാഹരണമായി മാറുന്ന മേളയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഹസാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പെരുമലയിലെ വീട്ടിലടക്കം 7 ഇടങ്ങളിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. രാവിലെ 9:30-ഓടെ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊന്നതിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ അഫാൻ അഹ്സാനെയും ഫർസാനെയും അടിച്ചു വീഴ്ത്തി. വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. ഇതിനുശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടന്നു. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.